ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ MTSലെ ക്ലാസ് 7 വരാൻ പോകുന്ന കുറച്ച് പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ MTSന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ MTSന്റെ ഗൈഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് സ്റ്റേറ്റിനുള്ള MTSC ക്ലാസ് 7 സ്റ്റേറ്റിനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. CBSEക്കുള്ള MTSC ക്ലാസ് 7 CBSE എന്നുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്, എക്സാം വേണ്ട തന്നെ. അതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് MTSന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ പാരലൽ ലൈൻസിനുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, സോ ഇൻ ദ ഫിഗർ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഇതിവിടെ 100 തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ ആംഗിളും 100 തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് 100 ആയത്? നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഓർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അവർ ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സോ ആംഗിൾ എ, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം, ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. അതിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ആംഗിൾ എയും പിന്നെ ആംഗിൾ ബിയും അതിൻ്റെ കൂടെ 100ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. കാരണം ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. വിച്ച് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഈ 100 മറ്റേ സൈഡിലേക്ക് വരും. സോ 180 മൈനസ് 100 ആകും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് വെച്ചാൽ 180 മൈനസ് 100 എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് 80 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 80 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതേ സ്റ്റെപ്പ് നമ്മൾ സെക്കൻഡ് ട്രയാങ്കിളിലും നമ്മൾ അതേപോലെ ഫോളോ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്താ കിട്ടുക? ആംഗിൾ സിയും ആംഗിൾ ഡിയും അതിൻ്റെ കൂടി 100ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. നേരത്തെ ഫോളോ ചെയ്ത അതേ പരിപാടി തന്നെ. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി പ്ലസ് 100 മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താണ്? ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈസ് ഇക്വൽ ടു 180 മൈനസ് 100 ആയിരിക്കും. എന്ന് വെച്ചാൽ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈസ് ഇക്വൽ ടു 80 ആയിരിക്കും. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത് അറിയാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താ വരിക? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആഡ് ചെയ്താൽ നമുക്കറിയാം അത് 80 ഡിഗ്രി. സോ ഫസ്റ്റ് 80 ഡിഗ്രി വരും. ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്താണെന്ന് നമുക്കറിയാം, അതും 80 ഡിഗ്രി ആയിരിക്കും. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 160 ഡിഗ്രി എന്നായിരിക്കും. സോ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സോ എ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് വൈ ഫൈൻഡ് ദി അതർ ആംഗിൾ എന്ന് വെച്ചാൽ ഇങ്ങനൊരു ലൈൻ ഉണ്ട്. ഓക്കെ, വേറെ ഇങ്ങനൊരു ലൈൻ ഉണ്ട്. ഓക്കെ, സോ ഇവർ രണ്ടുപേർക്കും ഇടയിലുള്ള ഇങ്ങനൊരു ആംഗിൾ നമുക്ക് തന്നിട്ട് ഈ ഒരു ആംഗിൾ വൈ ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിൾ ആണ് ചോദിച്ചുള്ളത്. ഇതും വൈ ആണ് കേട്ടോ. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ വൈ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. വിച്ച് മീൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ഒരു ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണമായിരിക്കും. കാരണം അവർ രണ്ടുപേരും ലീനിയർ പെയറാണ്. ഓക്കെ, സോ ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ ഒരു ആംഗിളും ഇത് നമുക്ക് എക്സ് എന്നങ്ങ് വിളിക്കാം. എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും എക്സ് ആയിരിക്കും. എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. എന്ന് വെച്ചാൽ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 180 മൈനസ് വൈ ആയിരിക്കും. സോ 180 മൈനസ് വൈ ആയിരിക്കും റൈറ്റ് ആൻസർ. ഇത് എക്സ് ആയതുകൊണ്ട് ഇതും എക്സ് ആയിരിക്കും, കാരണം അവർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ 180 മൈനസ് വൈ ആയിരിക്കും റൈറ്റ് ആൻസർ. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ കമ്പ്യൂട്ട് ദി തേർഡ് ആംഗിൾ എന്നാണ് ചോദിച്ചത്. അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഒരു 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണ് ഈ ആംഗിൾ എന്താണെന്ന് ചോദിച്ചത്. വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മളിതിൻ്റെ സെൻറ്റർ കൂടി ഒരു ലൈൻ അങ്ങ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. യെസ്, ഇങ്ങനെ ലൈൻ വരച്ചാൽ നമുക്ക് സൂം ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്കൊരു വലിയ സംഭവത്തിൽ പറയാൻ പറ്റും. ഓക്കെ,
സോ ഇങ്ങനെ ലൈൻ വരച്ചാൽ ഈ ആംഗിൾ എന്തായി വരിക? ഈ ഒരു ആംഗിൾ വരാൻ പോകുന്നത് ഈ ഒരു ആംഗിൾ വരാൻ പോകുന്നത് 40 ഡിഗ്രി ആയിരിക്കും. അതെന്തുകൊണ്ടാണ് 40 ഡിഗ്രി ആയത്? കാരണം ഈ ഒരു ആംഗിളും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതൊരു പാരലൽ ലൈൻ, അതിലൂടെ വരയ്ക്കുന്ന ട്രാൻസ്വേഴ്സൽ ലൈൻ. സോ എന്തായിരിക്കും? ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം അവർ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതുപോലെ അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ ഈ ഒരു ആംഗിൾ എന്താ വരിക? അത് 50 ഡിഗ്രി ആയിരിക്കും വരിക. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. ഇവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക, ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഇവിടെ കട്ട് ചെയ്ത് പോയാൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം അതെന്താണ്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് ആൻസർ കിട്ടി. അത് 40 ആണ്, ഇത് 50 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുള്ള ആംഗിൾ. സോ 40 + 50 = 90. ഇതായിരിക്കും റൈറ്റ് ആൻസർ. സോ ഡി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സെൻറ്ററിലൂടെ ഒരു വര അങ്ങ് വരച്ചു. അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. എന്നോക്കെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ PQ ഈസ് പാരലൽ ടു RS. PQ എന്നുള്ള ലൈൻ ഉണ്ട്, RS എന്നുള്ള ലൈൻ ഉണ്ട്, ഇവർ പാരലലാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് FET എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് ഈ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് പരിപാടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗറിൽ. ഓക്കെ, സോ ഇവിടെ ഒരു 110 എന്നുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, 140 എന്നുള്ള ആംഗിളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം. ഈ ഒരു ആംഗിൾ എത്രയാണ് നമുക്ക് നോക്കാം. ഈ ഒരു ആംഗിൾ എത്ര വരിക? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 110 ആയിരിക്കും. അതെന്തുകൊണ്ടാണ് 110 വന്നത്? കാരണം ഈ 110ഉം എന്താണ്? ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. നമുക്കറിയാം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഒരു രണ്ട് പാരലൽ ലൈൻ വരച്ചു, അതിലൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോയാൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം എന്താണ്? അവർ ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. സോ ഇത് 110 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താ വരിക? വളരെ സിമ്പിളാണ്. ആ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്തായിരിക്കും? അവർ ലീനിയർ പെയറിലായിരിക്കും. സോ ഇവിടെ 40 വന്നാലേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. സോ ഇവിടെ എന്ത് വരിക? 180 - 40 ചെയ്യുക, അപ്പോൾ 140 ചെയ്യുക, അപ്പോൾ നമുക്ക് 40 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് ഈ ഒരു ആംഗിൾ. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തൊന്ന് സമ്മറൈസ് ചെയ്യാം. യെസ്, ഫസ്റ്റ് നമ്മൾ RTE ആണ് ആദ്യം കണ്ടുപിടിച്ചത്. ആംഗിൾ RT അതെന്തായിരിക്കും? 180 - 140 ആയിരിക്കും, വിച്ച് ഈസ് 40 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് RTE കിട്ടിയത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു വാല്യൂ അങ്ങ് മാർക്ക് ചെയ്യാം. ഇതൊരു A ആക്കി മാർക്ക് ചെയ്യാം, ഇതൊരു B ആക്കി മാർക്ക് ചെയ്യാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആംഗിൾ EBS അതെന്ത് വരും? അത് 100 ആയിരിക്കും, 110 ആയിരിക്കും. അങ്ങനെ ആവാനുള്ള കാരണം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 180 - 140 കിട്ടാനുള്ള റീസൺ എന്താ? അത് ലീനിയർ പെയർ ആയതുകൊണ്ട്. ഇനി നമ്മൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടി? FET ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആംഗിൾ FETയും അതിനോട് ആംഗിൾ 40 ഡിഗ്രി എന്നുള്ള ആംഗിളും പിന്നെ 110 എന്നുള്ള ആംഗിളും എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടും എന്നറിയാം. വിച്ച് മീൻസ് ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. കാരണം ഒരു ട്രയാംഗിളിലെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 ആയിരിക്കും കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ FET പ്ലസ് 40യും 110 കൂടി ആഡ് ചെയ്താൽ എന്താ വരിക? നമുക്കറിയാം അത് 150 ആയിരിക്കും, ഈക്വൽ ടു 180. സോ ആംഗിൾ FET എന്താ വരിക? ഈക്വൽ ടു 180 - 150 ആയിരിക്കും, വിച്ച് ഈസ് 30 ഡിഗ്രി. സോ 30 ഡിഗ്രി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓർ C ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാരലൽ ലൈൻസ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതുപോലുള്ള കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എന്നൊക്കെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X ഇൻ ദ ഗിവൺ ഫിഗർ?
ഓക്കെ, ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ലൈനാണ്, അതിലൂടെ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, ഓർ റേ വരച്ചു. സോ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ 2x + 40 എന്നുള്ള ഒരു ആംഗിൾ, അതിനോട് നമ്മൾ 5x ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 180 ആയിരിക്കും. സോ ഇനി നമ്മൾ നേരെ അൾജിബ്രയാണ്, നേരെ സോൾവ് ചെയ്താൽ മതി. ഈ 2xും ഈ 5xും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 7x ആയിരിക്കും. 7x + 40 = 180 ആയിരിക്കും. അപ്പോൾ 7x = എന്ത് വരും? ഈ 40 അങ്ങോട്ട് വരും, അപ്പോൾ 180 - 40 ആകും. 180 - 40 എന്ന് നിങ്ങൾക്കറിയാം, അത് 140 ആണ്. സോ 7x = 140 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? ഈ 7 അങ്ങോട്ട് വരുമ്പോൾ 140ൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ 140 / 7. സോ 7 × എന്നുള്ളത് മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ / 7 ആവും. സോ 140/7ൻ്റെ ആൻസർ എന്താ? 20 ആയിരിക്കും. സോ 20 ആണ്, ബി ഓപ്ഷൻ 20 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ രണ്ടും കൂടി വാല്യൂസും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 180 കിട്ടി. കിട്ടാനുണ്ടായ റീസൺ അവർ ലീനിയർ പെയർ ആണ് എന്നുള്ളതാണ്. ലീനിയർ പെയർ ആയതുകൊണ്ടാണ് നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 180 കിട്ടിയത്. എന്നോക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് തന്നാൽ ഇതിൽ ഏതൊക്കെ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്താൽ മതി, ഇതിൻ്റെ ആൻസർ ABCD ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ MTSൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. MTSൻ്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിന് ഏതൊക്കെ വരും എന്നതിനനുസരിച്ച് നമ്മൾ ഇനി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം.